ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. ഇത് സവാളത്തൊലി വെച്ചാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ്. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി സവാള എടുക്കില്ലേ, അപ്പോൾ സവാളയുടെ തൊലി മുറിക്കുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിച്ച് മുറിച്ചാൽ മതി. സവാളയുടെ രണ്ടറ്റവും കളയണം. അതിനുശേഷം ഒരു പെറ്റലിന്റെ ഷേപ്പിൽ സവാളയുടെ തൊലി മുറിച്ചെടുക്കണം. ഒരു സവാളയിൽ നിന്നും 7 പെറ്റൽസ് കിട്ടും. അങ്ങനെ 2 ലെയർ ഉണ്ടാവും ഒരു സവാളക്ക്. ഇങ്ങനെ പെറ്റൽസ് മുറിച്ചതിന് ശേഷം ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിന് കളർ അടിച്ചെടുക്കാം. കളർ അടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കളർ അടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിന് അടിച്ചു കൊടുക്കാം. ആദ്യം ഒരു സൈഡ് അടിച്ചു കൊടുക്കണം. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മറ്റേ സൈഡ് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എല്ലാത്തിൻ്റെയും ഒരു സൈഡ് അടിച്ചു കൊടുത്തിട്ട് ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇലക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സൗഗന്ധികം ഫ്ലവറിൻ്റെ ലീഫാണ്. ഇത് ബുക്കിൻ്റെ ഉള്ളിലോ പേപ്പറിലോ ഒക്കെ വെച്ചിട്ട് ബെഡിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ്. 1-2 ആഴ്ചകൾക്ക് ശേഷം ഇത് ഉണങ്ങി കിട്ടുന്നതാണ്. അതിനുശേഷം ലീഫിന് കളർ അടിച്ചു കൊടുക്കാവുന്നതാണ്. പൂവിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പോളൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു കമ്പിയിൽ പോളൻസ് ഓരോന്നും ടൈറ്റായിട്ട് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം. എത്ര പോളൻസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. 1/2 ഇഞ്ച് വീതിയിൽ ടിഷ്യൂ പേപ്പർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കമ്പിയിൽ കുറച്ച് പശ തേച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പർ ചുറ്റിക്കൊടുക്കാം. ലാസ്റ്റ് ഭാഗത്തും കുറച്ച് പശ തേച്ച് കൊടുക്കണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ അവിടെ നന്നായിട്ട് ഒട്ടിയിരിക്കും. പെറ്റൽസിന് വെച്ച് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഫെവിക്കോളൊക്കെ ആണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും. അങ്ങനെ എല്ലാ ഗ്യാപ്പിലും പെറ്റൽസ് ഒട്ടിച്ചെടുത്ത് ഫില്ല് ചെയ്യാം. അതിനുശേഷം കമ്പിയിൽ ഫ്ലവർ ടേപ്പ് ചുറ്റിക്കൊടുക്കാം. കുറച്ച് ചുറ്റിന് ശേഷം ലീഫ് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ഫ്ലവറിന് 2 ലീഫാണ് വെച്ച് കൊടുക്കുന്നത്. തുലി ഫ്ലവറിന് നീളമുള്ള ലീഫാണ് വേണ്ടത്. ഈ ലീഫ് ഇല്ലെങ്കിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൽ കളർ അടിച്ചു കൊടുത്താൽ മതി. ഇതിനു മുമ്പ് ഞാൻ കുറേ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ റെഡ് കളറാണ് അടിച്ചത്. ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇപ്പം 4 വർഷം കഴിഞ്ഞ്. ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ആകെ ചിലവ് ഫ്ലവർ ടേപ്പ് മേടിക്കുന്നതും കമ്പി മേടിക്കുന്നതിനും കളർ മേടിക്കുന്നതിനും വേണ്ടിയാണ്. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. കറിക്ക് വേണ്ടി സവാള എടുക്കാൻ നേരത്ത് അതിൻ്റെ തൊലി കഴുകി ഉണക്കി സൂക്ഷിച്ചു വെക്കുക. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് തുലി ഫ്ലവർ. ഈ ഫ്ലവർ പോട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. സിമെന്റ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയത്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.